ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിനി പറയാൻ പോകുന്നത് 20th സെഞ്ച്വറീനെ കുറിച്ചിട്ടാണ്. 20th സെഞ്ച്വറിയിൽ സിഗ്മണ്ട് ഫ്രോയിഡാണ് ഫസ്റ്റായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡെവലപ്ഡ് സൈക്കോ അനാലിസിസ് അല്ലേ. സൈക്കോ അനാലിസിസിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹമാണ്. സൈക്കോ അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സുകളെയും എല്ലാം ഫോക്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുന്നൊരു കാര്യമാണ് ബിഹേവിയറിസം. അതായത് ജോൺ ബി വാട്സൺ, ബി എഫ് സ്കിന്നർ എന്നിവരാണ് ബിഹേവിയറിസത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ബിഹേവിയറിനെയാണ് അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഫോക്കസ് ചെയ്യുന്നത് ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നിരീക്ഷിക്കാൻ പറ്റുന്ന ബിഹേവിയർ, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയറിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ ബി എഫ് സ്കിന്നർ അദ്ദേഹം ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൽ ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ഈ കോൺട്രിബ്യൂട്ടഡ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിൽ ഒരു ഫോക്കസ് ചെയ്യുന്നത് കാര്യമായിട്ട് മനുഷ്യൻ്റെ ഫ്രീഡം അല്ലെങ്കിൽ മനുഷ്യൻ്റെ കഴിവുകളെ കുറിച്ചിട്ടും ഭയങ്കര പൊട്ടൻഷ്യാലിറ്റീനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ രണ്ടാളാണുള്ളത്, കാൾ റോജറും എബ്രഹാം മാസ്ലോ. കണ്ടോ, കാൾ റോജർ എംഫസൈസ് ചെയ്തത് ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ ആൻഡ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. എല്ലാ ആൾക്കാർക്കും അവരുടെ സെൽഫായിട്ട് തന്നെ അവർക്ക് അവരുടെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ ഏറ്റവും വലിയ പൊട്ടൻഷ്യലിൻ്റെ ഹൈ പീക്ക് വരെ പോകാനും അവർക്ക് പറ്റും എന്നാണ് കാൾ റോജർ പറയുന്നത്. അതുപോലെ തന്നെയാണ് അബ്രഹാം മാസ്ലോ പറയുന്നത്. നമുക്കെല്ലാവർക്കും ഒരുപാട് നീഡുകളുണ്ട്, ആവശ്യങ്ങളാണ് മനുഷ്യരുടെ മോട്ടിവേഷൻ. ആ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർ അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്നത്. ഒരാവശ്യം കഴിയുമ്പോൾ അടുത്ത ആവശ്യം അങ്ങനെ ഓരോ ആവശ്യങ്ങളായിട്ട് നമുക്കങ്ങനെ ഉണ്ടാവും. അതാണ് നമ്മളെ ത്രൂ ഔട്ട് നമ്മളെ ലൈഫിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് അബ്രഹാം മാസ്ലോ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 20th സെഞ്ച്വറിയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്.